ജലജയെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും നാഗേന്ദ്രൻ്റെ ഉള്ളിലുണ്ട്. അതെല്ലാം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശനോട് പല പ്രാവശ്യം നാഗേന്ദ്രൻ അന്ന് അപേക്ഷിച്ചതാണ്. പക്ഷേ മുത്തശ്ശൻ അതൊന്നും കേൾക്കാൻ ചെവിക്കൊണ്ടില്ല. അത് തന്നെയാണ് നാഗേന്ദ്രൻ്റെ ശത്രുതയ്ക്ക് ഏറ്റവും വലിയ കാര്യവും. അന്ന് ഇതുപോലെ തന്നെ ഈ സ്വർണം നെക്ലേസ് മാറ്റിയിട്ട് മറ്റൊന്ന് വെച്ച സമയത്ത് ജലജ നിഷ്കരുണം നാഗേന്ദ്രനെ തള്ളുകയായിരുന്നു ചെയ്തത്. പക്ഷേ നാഗേന്ദ്രൻ പല പ്രാവശ്യം മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അത് ഞാനല്ല തെറ്റ് ചെയ്തത്, അതിൻ്റെ കാരണം ജലജയാണ്. ജലജ പറഞ്ഞിട്ടാണ് ആ നെക്ലേസ് ലോക്കറിൽ നിന്ന് എടുത്ത് ജലജ തന്നെയാണ് അത് മാറ്റി വെച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയണമെന്നുണ്ട് നാഗേന്ദ്രന്. പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല കേട്ടോ. അതേസമയം ജലജ എല്ലാത്തിനും കൂടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ടും ആ സമയത്ത് നാഗേന്ദ്രൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ജലജ വിളിക്കുന്നുണ്ട്. ജലജയെ വിളിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷമാണ് ട്വിസ്റ്റ്. നാഗേന്ദ്രൻ അവിടുന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. നാഗേന്ദ്രൻ പോയി കഴിയുമ്പോഴും ജലജയ്ക്ക് യാതൊരു കൂസലും ഇല്ല കേട്ടോ. അതേസമയം നാഗേന്ദ്രനെ ഒരു ദുഷ്ടനായിട്ടാണ് ജലജ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് ജലജ പറയുന്നുണ്ട്, അതെ അച്ഛാ, ഇതുവരെ അയാൾ ഇറങ്ങിപ്പോയിട്ടൊന്ന് തിരികെ വന്നു പോലുമില്ല. ഒന്നുമെങ്കിലെങ്കിലും അയാളുടെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലില്ലേ, അവരുടെ കാര്യങ്ങൾ എന്തായെന്നറിയാനോ ഒന്ന് നോക്കാനോ പോലും അയാളൊന്ന് തിരിഞ്ഞു വരാതിരുന്നത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് നേരാ, അവൻ ഇത്രയൊരു ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല. അന്ന് ഇങ്ങനൊരു ക്രമക്കേട് കാണിച്ചപ്പം ഈ കുടുംബത്തിലേക്ക് കയറിപ്പോകരുതെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചത് നീയും ആ കൂടെ പോകുമെന്നാ. അപ്പം ജലജ പറയാണ് മുത്തശ്ശനോട്, അതെങ്ങനെയാച്ചാ ഞാൻ കൂടെ പോകുന്നത്? ഇതുപോലൊരു പെരുങ്കള്ളൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാ? എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അച്ഛനൊന്നും മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, അത് നേര് തന്നെയാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. അവനെ ഇറങ്ങിപ്പോയാലും അവൻ്റെ കൂടെ നീ എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കും? ഇതുപോലുള്ളൊരു പെരുങ്കള്ളൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാ ജലജെ, നീ അവൻ്റെ കൂടെ ഒന്ന് പോകാതിരുന്നത് നന്നായി. നിന്റെ ഭർത്താവൊക്കെയാണ് കാര്യം. പക്ഷേ അങ്ങനെ ഒരു കള്ളൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നീയും വഴിയാതാരായേനെ. ഇപ്പോൾ ഈ അനന്തപുരിയിൽ നീ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്നെ ഞങ്ങളെല്ലാം എടുത്തു വളർത്തിയതാണെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്നെയും സംരക്ഷിക്കാനുള്ള സ്വത്തുവകകളൊക്കെ ഈ അനന്തപുരിയിലുണ്ട്. ഇവിടെ പൊന്നുപോലെ നിങ്ങളുടെ മക്കൾ വളരും. അല്ലാതെ എങ്ങും പോയി അവർ വിഷമിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതേ ജലജെ, നിന്റെ മക്കൾക്ക് ഒരു പ്രത്യേക പരിഗണന തന്നെ ഇവിടെ കിട്ടും. അതിന് അവരുടെ അച്ഛൻ അവരെ നോക്കാൻ വന്നില്ല എന്നുള്ള ഒരു കുറ്റം കൊണ്ടൊന്നും അല്ല. ഇതുപോലുള്ള ഒരു അച്ഛൻ്റെ കൂടെ അവരെ വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാം. അതേസമയം ജലജയ്ക്ക് അത് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. കാരണം നാഗേന്ദ്രനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയല്ലോ. അതേസമയം നമ്മുടെ നാഗേന്ദ്രനും ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തു കൂട്ടുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ജലജയോട് നല്ല ദേഷ്യമാവുന്നുണ്ട്. നാഗേന്ദ്രൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, അതിന് കാരണം അവളാണ്. ഞാൻ ഇത്രയും വർഷം അനന്തപുരിയിൽ നിന്നെങ്കിലും അവിടെ ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. മൂർത്തീസ് ജ്വല്ലറിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഉണ്ടായിട്ടും ഇങ്ങനൊരു കാര്യം വന്നപ്പം നിഷ്കരുണം എല്ലാവരും കൂടി എന്നെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അത്രയും നാളും ഞാൻ ചെയ്ത നന്മകളൊന്നും അവരാരും തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളതൊന്നും അറിയാനോ ചോദിക്കാനോ മനസ്സിലാക്കാനോ പോലും അവർ മനസ്സ് കാണിച്ചില്ല. ജലജയാണ് എല്ലാത്തിനും കാരണം. അവളൊരു വിഷവിത്ത് തന്നെയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം എന്നൊരു ചിന്ത കുറച്ച് നാളായിട്ടുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ നിനക്കിപ്പോൾ തോന്നാൻ? എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്രൻ പറയുന്നു, പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ജലജയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷേ ഞാനെല്ലാം കണ്ടും കേട്ടും സഹിച്ചും അങ്ങ് ജീവിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അവൾ എന്നെ ചതിക്കാൻ പല പ്രാവശ്യവും ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചതി എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനൊരു ചതി? അങ്ങനൊരു ചതി സംഭവിച്ചിട്ടുണ്ട്. ഞാനത് ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ജലജയ്ക്ക് മറ്റൊരു അഫെയർ ഉണ്ട്. അവളുടെ ഒരു പഴയ ക്ലാസ്മേറ്റുമായിട്ട് വേണ്ടാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. ഒരു ദിവസം ഞാൻ അവളോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ് ചെയ്തത്. അവന്തികയെ അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അയാളുമായിട്ടുള്ള സംഭാഷണം ഞാൻ കേട്ടതാണ്. ആ സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, അവന്തിക എൻ്റെ കുഞ്ഞ് തന്നെയാണോ അതോ അവൻ്റെയാണോ എന്ന്. അന്ന് അവൾ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ.
പുറത്താരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. മുറിക്കുള്ളിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചിട്ട് ആരോടെങ്കിലും സംസാരിച്ചാൽ അവൾ ജീവനൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാനതൊക്കെ മറന്നു. എന്തായാലും അന്ന് മുതൽ അവൾക്ക് എന്നോട് ദേഷ്യമാണ്. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നും എൻ്റെ മനസ്സിലുള്ള രഹസ്യം അത് പുറത്ത് ഞാൻ പറയുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണെന്ന് തോന്നുന്നു അവൾ ഈ ചതിയിലൂടെ എന്നെ പുറത്താക്കിയത്. അല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥയിൽ സ്വന്തം ഭർത്താവ്, സ്വന്തം കുട്ടികളുടെ അച്ഛൻ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവൾ എൻ്റെ കൂടെ വരേണ്ടതല്ലേ? അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു വാക്കെങ്കിലും അവൾ സംസാരിക്കേണ്ടതല്ലേ? അവളല്ലേ ഈ തെറ്റെല്ലാം ചെയ്തത്? എന്നിട്ടും അവൾ ഇതൊന്നും പറയാൻ തയ്യാറായില്ല എന്ന് പറയാം. അങ്ങനെ നാഗേന്ദ്രവനൻ്റെ മനസ്സിൽ അങ്ങനെ വലിയൊരു സത്യം നിലനിൽക്കുകയാണ്. ആദർശ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. പിന്നീട് ജലജയെ പല പ്രാവശ്യം കാണാനും അതുപോലെ തന്നെ ജലജയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കാണാനും ഒക്കെ വേണ്ടി നാഗേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. മൂർത്തി മുത്തശ്ശനെ കണ്ട് സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട്. മൂർത്തി മുത്തശ്ശനാണെങ്കിൽ പല പ്രാവശ്യവും നാഗേന്ദ്രനെ നിഷ്കരുണം തള്ളിക്കളയാണ് ചെയ്തത്. ജലജ ആ ഭാഗത്തേക്ക് പോലും നാഗേന്ദ്രനെ അടുപ്പിച്ചില്ല, കുഞ്ഞുങ്ങളെ കാണാൻ അനുവദിച്ചുമില്ല. വലിയൊരു ഭീകരനെ പോലെ ആക്കി മാറ്റുകയായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ നാഗേന്ദ്രൻ്റെ കുറ്റങ്ങൾ മാത്രം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് അവന്തിക അയർലൻഡിൽ പഠിക്കാൻ പോകുന്നത്. അവന്തിക അയർലൻഡിൽ പഠിക്കാൻ പോയ സമയത്താണ് ഈ നാഗേന്ദ്രൻ അവന്തികയുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെ അമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും തനിക്ക് സംഭവിച്ച തെറ്റുകളും തന്നെ അവിടുന്ന് പുറത്താക്കാനുണ്ടായ കാരണങ്ങളും എല്ലാം നാഗേന്ദ്രൻ അവന്തികയോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവന്തിക നാഗേന്ദ്രനുമായി ചേർന്ന് ജ്വല്ലറിയിലേക്ക് കൂട്ടുനിൽക്കുകയും മൂർത്തീസ് ജ്വല്ലറിയെ തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്ത നാഗേന്ദ്രൻ്റെ മനസ്സിലേക്ക് കൂടുതലായിട്ട് കടത്തിവിടുകയും ചെയ്യാണ്. ആ ഒരു കാര്യത്തിലൂടെ നാഗേന്ദ്രൻ ജയിച്ച് വന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. അത്രയും വരെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ആദർശ് ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്. ആദർശ് പക്ഷേ ജലജയുമായുള്ള നാഗേന്ദ്രൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല. അതിനു മുമ്പുള്ള ഭാഗം വരെ ആദർശ് അറിയുന്നുണ്ട്. അങ്ങനെ ആദർശ് നാഗേന്ദ്രനെ ഒരു നല്ല ഇമേജ് ആദർശിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. ആദർശ് നയനയോട് പറയുന്നുണ്ട്, നയനെ, നാഗേന്ദ്രൻ അത്ര വലിയ ദുഷ്ടനൊന്നും അല്ല. അപ്പച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് കൂടിയാണ് അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്നത്. അന്ന് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പെരുങ്കള്ളൻ എന്ന പേര് കേട്ട് ഇറങ്ങേണ്ടി വന്നത് ചെറിയൊരു വിഷമമൊന്നുമല്ല അയാൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം അയാൾ വന്ന കാലം തൊട്ട് മൂർത്തീസ് ജ്വല്ലറിക്കും വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നന്നായിട്ട് ത്യാഗം സഹിച്ച ആളാണ്. എന്നിട്ടും ഒരു കരിയേപ്പില പോലെ എല്ലാവരും ചവിട്ടി പുറത്താക്കിയപ്പോൾ അയാളുടെ മനസ്സിൽ നല്ല വേദനയുണ്ടായി. കൂടെ നിൽക്കുമെന്ന് കരുതിയ ഭാര്യയും മക്കളും പോലും കൂടെ ഇല്ലാതായപ്പോൾ അയാൾക്കത് സഹിക്കാൻ പറ്റാതായി. അതുകൊണ്ടാണ് അയാൾക്ക് മൂർത്തീസ് ജ്വല്ലറിയോടും അനന്തപുരി തറവാടിനോടും ഇത്രയധികം ശത്രുതയുണ്ടായതെന്ന് പറയാം. അപ്പോൾ നയനിയും പറയുന്നുണ്ട്, ശരിയാ ആദർശേട്ടാ, അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ അയാളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. പക്ഷേ നാഗേന്ദ്രൻ്റെ ആ നിരപരാധിത്വം മുത്തശ്ശനെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ ആദർശേട്ടാ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ, മുത്തശ്ശനും ആ കാര്യങ്ങളൊക്കെ അറിയണം. അന്ന് അയാൾ മുത്തശ്ശനാൽ ഒത്തിരി തഴയപ്പെട്ടു. കാര്യങ്ങളൊക്കെ കേട്ടറിയാൻ മുത്തശ്ശൻ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതെങ്ങനെയാ? മുത്തശ്ശൻ ഒരാൾ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പിന്നെ അയാളെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ അറിയാതെ അയാളെ ആ ഭാഗത്തേക്ക് പോലും അടുപ്പിക്കില്ല. എൻ്റെ കാര്യം നിനക്കറിയാലോ, നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതിൻ്റെ കാര്യം അറിയാലോ എന്ന് പറയാം. അപ്പം നയനയും പറയാം, ശരിയാ, അങ്ങനെയാണെങ്കിൽ അപ്പച്ചിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം അയാൾ ഇങ്ങനെയൊക്കെ ആയത്. നമുക്ക് നേരിട്ടൊന്ന് പോയി അയാളെ കണ്ടാൽ ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശും പറയുന്നുണ്ട്, അതെ, ഞാൻ പോകാനിരിക്കുകയാണ്. നാഗേന്ദ്രനെ പോയി നേരിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അതിന് ക്ലാരിറ്റി ഉണ്ടാവണം, ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരികയും ചെയ്യണം, മുത്തശ്ശനുമായിട്ട് നേരിക്കണ്ട് സംസാരിക്കാൻ എന്ന് പറയണം. അങ്ങനെ ആദർശ് നാഗേന്ദ്രനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നാഗേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നാഗേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. നാഗേന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്ത് കാര്യത്തിനാണ്? ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ലല്ലോ. അന്നത്തെ ആ ശത്രുത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ വിട്ടു. ഇനി അതിൻ്റെ പേരിൽ തർക്കിക്കാനാണെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ടേ, അതിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും അല്ല ഞാൻ വന്നത്, ഞാൻ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുക, എന്ത് കാര്യം ഇനിയിപ്പം നിനക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കി എന്ന് പറയാം. ഓഹോ, നീ അതെല്ലാം മനസ്സിലാക്കിയോ? ആരാ നിനക്കിത് പറഞ്ഞു തന്നത്? നിന്റെ മുത്തശ്ശനാണോ അതോ ജലജയോ? അപ്പോഴേക്കും ആദർശ് പറയുക, അല്ല, ശങ്കരേട്ടനാ ഇതെല്ലാം പറഞ്ഞു തന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ ചോദിക്കുക, ശങ്കരേട്ടനെ നീ പോയി കണ്ടോ? എന്നിട്ട് ശങ്കരേട്ടൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെയാണോ നിന്നോട് പറഞ്ഞത്?
അതോ അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നാണോ സംസാരിച്ചത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശങ്കരേട്ടൻ സത്യസന്ധമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എനിക്കിപ്പോൾ മാറി. പറഞ്ഞു കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അപ്പച്ചിയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞത് നിങ്ങളൊരു ദുഷ്ടനാണെന്നും കമ്പനിയിൽ ക്രമക്കേട് നടത്തിയതിന് മുത്തശ്ശൻ ഇവിടുന്ന് പുറത്താക്കിയെന്നുമാണ്. പിന്നീട് സ്വന്തം മക്കളെ പോലും കാണാൻ ഒന്ന് തിരിഞ്ഞു കയറാത്ത ഒരു ദുഷ്ടനായിട്ടാണ് അനന്തപുരിയിൽ നിങ്ങളെ ചിത്രീകരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ശങ്കരേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു പ്രതീതി മാറി കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയാണ്, അതെ, അങ്ങനെയായിരിക്കുമല്ലോ അവിടെ എന്നെ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മൂർത്തിസ് ജ്വല്ലറിയോട് ഇത്രയധികം വൈരാഗ്യം വരാൻ കാരണം. ആദർശേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അനുഭവിച്ച ദുരിതങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ജലജയാണ് എന്നെ ചതിച്ചത്. അവള് ആ നെക്ലേസ് മാറി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചു. എന്നിട്ട് അത് എൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് അവസാന നിമിഷം അനന്തപുരിയിൽ നിന്നും മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നും ഒരു പെരുങ്കള്ളനെ പോലെ എല്ലാവരും കൂടി എന്നെ ചവിട്ടി പുറത്താക്കിയപ്പോൾ അവളും എന്നെ തള്ളി പറയുകയാണ് ചെയ്തത്. അവളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ വിളിച്ചിട്ട് അവൾ എൻ്റെ കൂടെ വന്നില്ല. നിങ്ങളുടെ കൂടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അവൾക്ക് വേറെ പല ഉദ്ദേശവും ഉണ്ടായിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ പോലും എന്നിൽ നിന്ന് ഒഴിവാക്കി. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒരു ദുഷ്ടനായിട്ട് ചിത്രീകരിച്ചു. എന്നെ ഒറ്റപ്പെടുത്തി. ഒരുപാട് വർഷങ്ങൾ ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഓരോ രൂപ കൂട്ടി വയ്ക്കുമ്പോഴും പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആർത്തിയായിരുന്നു എൻ്റെ മനസ്സിൽ. അനന്തപുരിയിൽ എത്തണം. മൂർത്തീസ് ജ്വല്ലറിയെക്കാളും ഉയരങ്ങളിൽ എൻ്റെ ബിസിനസ് സാമ്രാജ്യം എനിക്ക് കെട്ടിപ്പടുക്കണം. അങ്ങനെ അങ്ങനെ അനന്തമൂർത്തിയോടും ജലജിയോടുമല്ല എൻ്റെ പക വീട്ടണം. എൻ്റെ മക്കളെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചതിയനാ എല്ലാവരുടെയും മുമ്പിൽ എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ അന്നത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്. അക്കാര്യത്തിൽ അപ്പച്ചി അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. അതിന് ശേഷമാണെങ്കിലും അപ്പച്ചിയുടെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും അനന്തപുരിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പച്ചി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ദുഷ്ടതയും ക്രൂരതയും മാത്രമേ ഉള്ളൂ. അസൂയയാണ് അപ്പച്ചിയുടെ മുതൽക്കൂട്ട്. അപ്പച്ചി എങ്ങനെ എല്ലാവരെയും നശിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അനന്തപുരി കഴിയുന്നത്. അവിടെ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അപ്പച്ചിയുടെ തനി പകർപ്പാണ് അഭി. നിങ്ങളുടെ സ്വഭാവവും അവനുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവന് നിങ്ങളുടെ സ്വഭാവമല്ല, അപ്പച്ചിയുടെ മാത്രം സ്വഭാവമാണ്. ഒരു ചതിയനും ക്രൂരനുമാണ് അവൻ. അവൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നാഗേന്ദ്ര പറയാൻ, അതെ, അവൻ്റെ കഥകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ അത്രയും ചതിയനും ക്രൂരനും ദുഷ്ടനും ഒക്കെ ആകാനുള്ളതിൻ്റെ കാരണം ജലജയുടെ കൂടെയാണ് അവൻ വളർന്നത്. ജലജയാണ് അവനെ വളർത്തിയത്. അവളുടെ വളർത്തു ഗുണമാണ് അവൻ കാണിച്ചത്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മകൻ അങ്ങനെ ആവില്ലായിരുന്നു. ഒരു നല്ല മനുഷ്യനായിട്ട് ഞാൻ അവനെ വളർത്തിക്കൊണ്ട് വന്നേനെ. ഇനിയിപ്പം നഷ്ടപ്പെട്ടതിനെയൊന്നും ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. വരുന്നിടത്ത് വെച്ചെല്ലാം കാണാം. അതാണ് നാഗേന്ദ്രൻ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്, മുത്തശ്ശനും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ല ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പച്ചി ചെയ്ത തെറ്റിനും നിങ്ങളെ അന്ന് ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയതിനും നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കുമെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ക്ഷമിക്കണം. അനന്തപുരിയിലേക്ക് നിങ്ങളൊരു ദിവസം വരണം. അവിടെ വന്ന് മുത്തശ്ശനെ കണ്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറയാണ്. അപ്പം ഉടനെ നാഗേന്ദ്രൻ പറയാണ്, എനിക്ക് കാണണ്ട. എനിക്ക് അനന്തമൂർത്തിയുടെ മുമ്പിൽ തോറ്റ് തല താഴ്ത്തി നിർത്താൻ നിൽക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല, അവളവിടെ ഉണ്ടല്ലോ ജലജ, അവളെ നേരിൽ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല, അപ്പച്ചി ചെയ്ത തെറ്റ് എല്ലാവരുടെയും മുമ്പിൽ പറയണം. എല്ലാവർക്കും അത് മനസ്സിലാവണം. ഇത്രയും നാളും അപ്പച്ചിയാണ് ശരിയെന്നും നിങ്ങളാണ് തെറ്റെന്നുമാണ് എല്ലാവരും വിചാരിച്ചത്. അത് മാറണം. അടുത്ത ദിവസം തന്നെ അനന്തപുരിയിൽ ഒരു പൂജ നടക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ അവിടെ എത്തണം. അവിടെ എത്തി എല്ലാ സത്യങ്ങളും മുത്തശ്ശൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തണമെന്ന് പറയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരി, അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണമല്ലോ. ഇതിനൊക്കെ അന്ത്യം വേണമല്ലോ എന്നൊക്കെ നാഗേന്ദ്രൻ തീരുമാനിക്കുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് അടുത്ത ദിവസം പോകാമെന്ന്. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ ഒരു പൂജ നടത്തുകയാണ്. സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടായിട്ടുള്ള ഒരു പൂജ. നയന ഗർഭിണിയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നടത്തുകയാണ്. അങ്ങനെ ജലജ പൂജയ്ക്കായിട്ടൊക്കെ റെഡിയായി നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുക. അപ്പം മുത്തച്ഛനും എല്ലാവരും ഉണ്ട്, പുരോഹിതനും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ പൂജ നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഒരാൾ കയറി വരികയാണ്. ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി കയറി വരികയാണ്.
കയറി വരുന്ന കണ്ട് എല്ലാവരും ആരാണ് എന്ന് അത്ഭുതത്തോടെ നോക്കുമ്പം അത് നാഗേന്ദ്രനാണ്. നാഗേന്ദ്രനെ കാണുമ്പോഴേ ജലജ ഞെട്ടിപ്പോവാണ്. ദൈവമേ, ഇയാൾ എന്തിനാണ് ഇനി ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? എന്നോട് പകരം വീട്ടാനായിരിക്കോ? ഞാൻ അന്ന് ചെയ്തതിനൊക്കെ പകരം വീട്ടാനായിരിക്കോ ഇയാൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് വെച്ച് ജലജ പേടിച്ച് നിൽക്കുക. അതേസമയം അവന്തികയൊക്കെ അച്ഛൻ വന്നല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അബിയുമൊക്കെ. മുത്തശ്ശനാണെങ്കിലും ദേഷ്യത്തിൽ തന്നെയാണ്. മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുകയാണ് നാഗേന്ദ്രൻ്റെ മുന്നിലേക്ക്. എന്തിനാടാ നീ ഇങ്ങോട്ട് കയറി വന്നത്? നിനക്ക് എന്ത് ധൈര്യം വന്നു അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ? ഈ തറവാട്ടിലേക്ക് കയറരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഞാനെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് വന്നിട്ട് പറയാം, മുത്തശ്ശ, ഞാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഞാൻ ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത്. കാര്യം എന്താണെന്ന് മുത്തശ്ശൻ കേൾക്കണം, അതിനുശേഷം ബഹളം വയ്ക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, എനിക്ക് ഇവനെ കാണുക വേണ്ട. എന്ത് ധൈര്യത്തിലാണ് ആദർശ ഇവനെ ഇങ്ങോട്ട് എൻ്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അപ്പോൾ ആദർശ് പറയാം, മുത്തശ്ശൻ്റെ ഈ സ്വഭാവം കാരണമാണ് ഇയാളുടെ ജീവിതം നഷ്ടപ്പെട്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് മുത്തശ്ശൻ കാണിക്കണം. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഇതെൻ്റെ അപേക്ഷയാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ വരികയാണ്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കന്ന് പറ്റിയ തെറ്റെന്താണെന്ന് ആദർശ് നിങ്ങളോട് പറയൂ എന്ന് പറയാണ്. ആദർശ് എല്ലാ കാര്യങ്ങളും പറയാണ്. അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാണ്. ആ നെക്ലേസ് ജലജ മാറ്റുന്നതും ജലജ മാറ്റിയതിന് ശേഷം അത് നാഗേന്ദ്രൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നതും അങ്ങനെ എല്ലാവരും കൂടി നാഗേന്ദ്രനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമ്പം ജലജ നിഷ്കരുണം നാഗേന്ദ്രനെ തള്ളിക്കളയുന്നതുമെല്ലാം അത് കേൾക്കുമ്പം ജലജ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. മുത്തശ്ശൻ ജലജയുടെ നേരെ ചെല്ലുക. എന്നിട്ട് ചോദിക്കുക, എടി നീ ആയിരുന്നു അന്ന് ഈ പണി ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ ജലജ, അതച്ഛാ, എനിക്ക് ആ നെക്ലേസ് കണ്ടപ്പോൾ അത്രയ്ക്കധികം ആഗ്രഹം തോന്നി. പിന്നെ അതൊരു എക്സിബിഷന് വയ്ക്കാനുള്ളത് മാത്രമാണല്ലോ എന്ന് വിചാരിച്ചപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാം. ഒറ്റ ഒരെണ്ണം മുത്തശ്ശൻ കൊടുക്കുക. എന്നിട്ടത് നീ ഈ നാഗേന്ദ്രൻ്റെ തലയിൽ വെച്ചല്ലേ? നിന്റെ ഭർത്താവും നിന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനും അല്ലായിരുന്നു ഇയാളെന്ന് ചോദിക്കുകയാണ്. അപ്പം നാഗേന്ദ്രനോട് മുത്തശ്ശൻ എന്നിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, എനിക്ക് മാപ്പൊന്നും വേണ്ട. എനിക്ക് നഷ്ടപ്പെട്ട് പോയതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. എൻ്റെ ഈ കുഞ്ഞുങ്ങൾ, എൻ്റെ ഈ മോള്, എൻ്റെ ഈ മോൻ, ഇവരെ എനിക്കിനി വേണം. എൻ്റെ കൂടെ വേണം ഈ അവന്തികയും അബിയും എന്ന് പറയുമ്പോൾ ജലജ പറയാം, അത് പറ്റില്ല. ഒരിക്കലും ഇവരെ ഞാൻ വിട്ടതല്ല. ഇതെൻ്റെ മക്കളാണെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, എൻ്റെ കൂടി മക്കളാണ് എന്ന് പറയുമ്പം ജലജ പറയാം, അവന്തിക നിങ്ങളുടെ മകളാണോ? നിങ്ങളുടെ മകളല്ല അവന്തിക. അതിന് അവന്തികയ്ക്ക് മേൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്നങ്ങ് പറയാണ്. എല്ലാവരും അന്തം വിട്ടു പോവാ. അപ്പം നാഗേന്ദ്രൻ പറയാണ്, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അന്ന് ഞാൻ ഒരിക്കൽ നിന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. നിന്റെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചപ്പോൾ നീ ഗർഭിണിയായിരുന്നു. അവന്തിക എൻ്റെ മോള് തന്നെയാണോ അതോ മറ്റവൻ്റെ ആണോ എന്ന് ഞാൻ ചോദിച്ചതാ. ആ നിമിഷം മുതൽ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഈ വലിയ രഹസ്യം ആരെങ്കിലും അറിഞ്ഞു പോയാൽ നീ ഇവിടുന്ന് പുറത്തായാലോ എന്ന് വിചാരിച്ച് നീ മിണ്ടിയില്ല. അവന്തികയുടെ അച്ഛൻ ഇവനല്ലേടി എന്ന് ചോദിച്ച് ആ ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോൾ ജലജ പേടിച്ച് വിറച്ച് ഞെട്ടി നിൽക്കുക. മുത്തശ്ശനും ദേവയാനി ആദർശും എല്ലാവരും ചുറ്റുമുണ്ട്. അവന്തികയാണെങ്കിൽ പൊട്ടിക്കരയാണ്. അവന്തികയുടെ അച്ഛനല്ല നാഗേന്ദ്രൻ എന്നറിയുമ്പോൾ ആ ഒരു നിമിഷം ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. സത്യങ്ങൾ എല്ലാവരും അറിയാണ് ജലജയ്ക്ക് അവിഹിതത്തിലുണ്ടായ മകളാണ് അവന്തിക എന്നുള്ള കാര്യം. ഈ ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം ജലജയ്ക്ക് പിന്നെ സംസാരിക്കാനേ പറ്റുന്നില്ല. ജലജ അവിടെ നിന്ന് ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിക്കരയാണ്. ഇത്രയും നാളും താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ഈ അനന്തപുരിയിൽ എല്ലാവരും അറിഞ്ഞു. തൻ്റെ എല്ലാ മുഖം മൂടിയും നാഗേന്ദ്രൻ വന്ന് വലിച്ചു കീറിക്കളഞ്ഞു. ഒരിക്കലും തൻ്റെ മക്കളോട് അടുപ്പിക്കരുതെന്ന് വിചാരിച്ച അയാൾ വന്ന് ഇങ്ങനൊരു കാര്യം പറയുമ്പം ഇനി തൻ്റെ മക്കൾ തൻ്റെ കൂടെ നിൽക്കില്ല എന്ന് ജലജയ്ക്ക് മനസ്സിലാകാണ്. ജലജ അവിടെ ഒരു ഭ്രാന്തിയെ പോലെ കരയാണ്. മുത്തശ്ശൻ അപ്പോഴേക്കും ജലജയുടെ അടുത്തേക്ക് വന്നിട്ട് കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എടി നാണം കെട്ടവളെ എന്ന് പറയാണ് മുത്തശ്ശൻ. നീ ഇത്രയും നാളും ഞങ്ങളെയെല്ലാം പറ്റിക്കുകയായിരുന്നല്ലേ? നീ ഒരു പേരും കള്ളിയാണെന്നുള്ള വിവരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയൊരു ഭയങ്കരിയാണെന്ന് അറിയില്ലായിരുന്നു. നിനക്കറിയോ അയാളുടെ ജീവിതം നശിപ്പിച്ചത്? ഒരു കണക്ക് പറഞ്ഞാൽ ഞാനും ഒക്കെ അതിൻ്റെ ഭാഗമായി. നിന്നെ വിശ്വസിച്ചു, അയാളെ തെറ്റിദ്ധരിച്ചു. നീ ഒരു കള്ളിയാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റിയല്ലോ. നിന്നെപ്പോൾ ഒരുത്തി ഇനി ഈ കുടുംബത്തിൽ വേണ്ട. ഞങ്ങൾ നിന്നെ അംഗീകരിക്കില്ല. ഈ വീട്ടിൽ നീ ജീവിക്കുന്നത് തന്നെ ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും ദോഷമാണ്. വളർത്തി വളർത്തി നിന്റെ മകനെയും നിന്നെപ്പോലെ തന്നെ ആക്കിയില്ലേടി എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അവിടെ നിന്ന് ജലജയാണെങ്കിൽ വിഷമിക്കുകയാണ്. അപ്പോൾ ദേവയാനിയും വന്നിട്ട് ജലജയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നാഗേന്ദ്രനോട് പറയുന്നുണ്ട്,
മുത്തശ്ശൻ. നാഗേന്ദ്ര, എന്നോട് നീ ക്ഷമിക്കണം. നീ ഈ ജ്വല്ലറിയിൽ വന്നതിന് ശേഷം ജ്വല്ലറിക്ക് അഭിവൃദ്ധിയേ ഉണ്ടായിട്ടുള്ളൂ. ജ്വല്ലറിക്ക് വേണ്ടി നീ നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എവിടെയോ ആ ഒരു ചതി സംഭവിച്ചപ്പം അത് നീ ചെയ്തതായിരിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഒരു ചതി ചെയ്യുന്നവരെ ഞാൻ മുൻപ് നോക്കാതെ പുറത്താക്കുന്ന പതിവായിരുന്നു. അതുകൊണ്ടാണ് നാഗേന്ദ്ര അങ്ങനെ സംഭവിച്ചത്. അതെനിക്കൊരു വലിയ തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നിനക്ക് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലായി. ഇവളെ പോലെ ഒരു ദുഷ്ടയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല. എന്നോട് നീ ക്ഷമിക്കണം നാഗേന്ദ്ര. ഇനി നീ ഈ അനന്തപുരി തറവാടിൻ്റെ ഭാഗമായിരിക്കും, മൂർത്തീസ് ജ്വല്ലറിയുടെയും ഭാഗമായിരിക്കും. നമ്മൾ ജ്വല്ലറിയും മൂർത്തീസ് ജ്വല്ലറിയും തമ്മിൽ ഇനിയൊരു ശത്രുതയില്ല എന്ന് പറഞ്ഞ് നാഗേന്ദ്രനെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശൻ. ആദർശനും നയനയ്ക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അപ്പോൾ സന്തോഷമാവുകയാണ് ഇങ്ങനെ ഒരു കാര്യം തെളിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ. ജലജയാണെങ്കിൽ ഇനി എന്താണ്, മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നുള്ള അവസ്ഥ അറിയില്ല. ജലജ ഇതെല്ലാം കൂടെ കണ്ട് അന്തം വിട്ട് തല പേരുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്